മഹാഗുരുശരണം ഇന്ന് 2025 മെയ് മാസം 21-ാം തീയതി ബുധനാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് യാത്രയിലാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മുടെ അബാക് മീഡിയയിലൂടെ എല്ലാവർക്കും സുപരിചിതനായ ദിവ്യാത്മാവായ ശ്രീ കുട്ടുവിൻ്റെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ശ്രീ സൂരജ് കൃഷ്ണ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വൈകിട്ടൊരു 3:30-4 മണിയോടുകൂടി അവിടെ എത്തും. അപ്പോൾ അതിൻ്റെ ഇടത്താവളത്തിൽ വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ യാത്രയിലായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല, ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ കുട്ടുവിൻ്റെ വീട്ടിലെത്തുന്ന അദ്ദേഹത്തിൻ്റെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സമാധിയിലും പോകാം എന്ന് സുനിലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. സുനിലേട്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടുവിൻ്റെ അച്ഛൻ, അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുന്ന ഒരു ആകാംക്ഷയിലും അതിൻ്റെതായ ഒരു ഓറയിലെ അതിൻ്റെ കുട്ടുവിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കണമെന്നുണ്ട്. കഴിയുന്നതും പങ്കുവയ്ക്കും. ആ കാര്യം പറയുന്ന കാര്യം കുറേ അധികം ആൾക്കാർക്ക് കുട്ടുവിൻ്റെ കണക്ഷൻ കിട്ടുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടു ഒരു സാധാരണ ആത്മാവ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. സാധാരണ ഒരു പയ്യനായിരുന്നു, പഠിച്ച് ഡോക്ടറാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. എങ്കിൽ തന്നെയും അദ്ദേഹം ഡോക്ടറായില്ലെങ്കിൽ തന്നെയും വളരെയധികം പേരുടെ വിവരം അച്ഛൻ മുഖാന്തരം ഓരോരുത്തർക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന പല കാര്യങ്ങളുണ്ട്. കാര്യം സുനിലേട്ടന് നമ്പർ കൊടുത്ത് സുനിലേട്ടൻ തന്നെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ തന്നെ ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, ദയവ് ചെയ്തു എന്നാൽ ഞങ്ങളുടെ കാര്യമൊന്ന് നോക്കാം, കുട്ടുവിന് കിട്ടുമോ, അങ്ങനെ അറിയുമോ എന്ന് ചോദിച്ച് ആരും ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യരുത് കേട്ടോ. പരീക്ഷിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യരുത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, കുട്ടുവിൻ്റെ തലം ആത്മതലം വേറെ, ഡിവൈൻ സോളാണ്. അല്ലാണ്ട് ആരുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ പറഞ്ഞ് ഒന്നുകൂടി ശ്രേഷ്ഠത ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് എന്താണ്, അതല്ല. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവികമായിട്ട് അനുഗ്രഹമുള്ളവർക്ക് ആ ഒരു ആത്മാവ് തീർച്ചയായിട്ടും വഴികാട്ടിയാണെന്ന് പല അധികം അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് വളരെയധികം അനുഭവങ്ങളുണ്ട്. ഞാൻ നാളെ തിരുവനന്തപുരത്ത് കാണും. അപ്പോൾ നാളെ തിരുവനന്തപുരത്ത് കുറച്ച് പേര് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ 10 മണി തൊട്ട് 4 മണി വരെ ഞാൻ തിരുവനന്തപുരത്തുണ്ടാകും. ശ്രീവരാഹ ക്ഷേത്രത്തിൻ്റെ അടുത്തായിരിക്കും. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ, അതും പറയുന്നു. അപ്പോൾ കാണണമെന്ന് പറഞ്ഞവർക്ക് തീർച്ചയായിട്ടും എവിടെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് തരാം. ഇന്നിപ്പോൾ കുട്ടുവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ആ കാര്യം പറയുന്നു. അപ്പോൾ സ്ത്രീകൾ ആരെങ്കിലും വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുമായിട്ട് വരിക ദയവ് ചെയ്തിട്ട് കേട്ടോ. അതൊരു വിനീതമായ അപേക്ഷയാണ്. ഒറ്റയ്ക്ക് വന്നാൽ പുറത്തു നിന്ന് സംസാരിച്ച് വിട്ടുവിടും. അതൊരു കാര്യം പറയുകയാണ്. ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ വൈഫും ഉണ്ട് കേട്ടോ. എൻ്റെ വൈഫും വേറെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്. കാര്യം കലികാലമാകുമ്പോൾ സംശയങ്ങളുടെ ലോകമാണ്. അടുത്ത ബന്ധുക്കൾക്ക് പോലും സംശയങ്ങൾ വരും, വളരെയധികം സംശയങ്ങൾ വരും. കാര്യം കാർമ്മികം നമ്മൾ പല രീതിയിൽ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ സംശയം എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഒരു ഇതാണ്. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ സംശയങ്ങൾ വരും. അത് കാർമ്മികത്തിൽപ്പെടുന്ന, സത്യം എന്താണെന്ന് അറിയാണ്ട് വെറും ഊഹാപോഹങ്ങളെ വിശ്വസിക്കുന്നത് കാർമ്മികത്തിൽപ്പെടും. എങ്കിലും വരുന്നവർ ദയവ് ചെയ്ത്, ഇപ്പോൾ സ്ത്രീകൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 30-40 വയസ്സുള്ളവർ പറയുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ പെർമിഷൻ വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4-5 പേര് കാണുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കാണുന്നതെങ്കിൽ അത് നാളെ ഇത് കഴിഞ്ഞ് തിരിച്ചു പോയി അവിടെ പോയി എന്തിനു പോയി എന്താണെന്നുള്ള ചോദ്യോത്തരങ്ങളൊന്നും വരരുത് കൊണ്ട് ഞാൻ നേരത്തെ പറയുകയാണ്. കാലം കലികാലമാണ്. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ചറിയാം, എൻ്റെ വീട്ടുകാർക്കും എല്ലാം അറിയാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും അത് വേണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഏതായാലും ശ്രീവരാഹ ലക്ഷ്മി സഹിത വരാഹമൂർത്തിയാണെന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിനടുത്താണ് സുഹൃത്തിൻ്റെ വീട്. അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് അവിടെ ഇന്ന് രാത്രിയോടുകൂടി എത്തും. അപ്പോൾ നാളെ രാവിലെ 10 മണി തൊട്ട് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് 10 മണിയോടുകൂടി ഞങ്ങൾ ഉണ്ടാകും ഇവിടെ. അതെല്ലാവരെയും അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ എല്ലാം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി,
സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന രീതിയിൽ സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്ത് അവർക്ക് ആഗ്രഹിക്കുന്ന വരുമാന മാർഗം കണ്ടെത്തി അവർക്ക് യഥായോഗ്യമായ കുലാചാരമനുസരിച്ചുള്ള ഒരു ജീവിത പങ്കാളി ലഭിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സിലോ ഉദ്യോഗത്തിലോ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും, എല്ലാവരുടെയും വീട്ടിലോ ജോലിസ്ഥലത്തോ ബിസിനസ് ചെയ്യുന്നിടത്തോ യാത്രകളിലോ അതുപോലെ കുട്ടികൾ പഠിക്കുന്നിടത്തോ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്തോ കുട്ടികളുടെ യാത്രകളിലൊക്കെ ഒരു സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ ലഭിക്കാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുവാനും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനും ചെയ്യുവാനും, അതിൻ്റെ നൂറുമേനി അനുഗ്രഹം എത്രയും പെട്ടെന്ന് പരാശക്തിയിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന് ഓരോരുത്തർക്കും കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹമായും സമൃദ്ധിയായും സന്തോഷമായും ഐക്യമത്യമായും തിരിച്ചു ലഭിക്കാനും, എല്ലാവരുടെയും കുടുംബത്തിൽ ജോലിസ്ഥലത്ത് പഠനസ്ഥലങ്ങളിലെല്ലാം സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി എല്ലാം ഉണ്ടാകണമെന്ന് ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് പരമാത്മാവ് പരാശക്തിക്ക് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ. ഇനി വൈകിട്ട് കുട്ടുവിൻ്റെ വീട്ടിൽ പോയിട്ട് സമയ സൗകര്യം വീഡിയോ ഇടാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.